ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും സവിശേഷത. ചന്ദ്രന്റെ ഭ്രമണാക്ഷ സവിശേഷത എന്ന് എഴുതിയോ? ചന്ദ്രന്റെ ഭ്രമണാക്ഷ സവിശേഷത. ഒരു ഭ്രമണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റിനെ നമ്മളൊന്ന് റിഫൈൻ ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയാണ് ഭ്രമണം? പക്ഷേ നമ്മുടെ ഭ്രമണം എന്താണ്? നമ്മൾ അറിയുന്ന ഭ്രമണം എന്താണ്? ഇതാണ് അല്ലേ? എല്ലാതും ഇങ്ങനെ മാത്രമാണോ ഭ്രമണം? ഇങ്ങനെ മാത്രമാണോ ഭ്രമണം എന്നാണ് ഞാൻ നേരത്തെ ഒരു വോബ്ലിംഗ് പറയാറ് പറഞ്ഞേ. അപ്പോൾ ഭ്രമണം ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നടുവിലൂടെ ആക്സിസ് എന്ന സങ്കല്പത്തിലൂടെ ഭ്രമണം ചെയ്യുകയാണെങ്കിൽ വോബ്ലിംഗ് ഇല്ല. അപ്പോൾ വോബ്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരു ഭാഗത്തേക്ക് ഡെൻസിറ്റി കൂടുതലാവണം. അല്ലെങ്കിൽ എന്ത് വേണം? അക്ഷത്തിലെ കേന്ദ്രത്തിൽ നിന്ന് ഒരു സ്ഥാനമാറ്റം ഉണ്ടാകും. അക്ഷം എന്ന് പറഞ്ഞാൽ സാങ്കല്പികമാണ്. അതിങ്ങോട്ട് ഊരി കൈ പിടിച്ചാൽ ഇതാണ് കുട്ടിയുടെ നമ്മുടെ ഭൂമിയുടെ ഭ്രമണാക്ഷം എന്ന് പറഞ്ഞ പണ്ടത്തെ ടീച്ചർമാരുണ്ട്. ഇത് അടുത്തത് അച്ചുതണ്ട്, ഇതാണ് കുട്ടികളുടെ അച്ചുതണ്ട്. അതോടുകൂടി അത് അച്ചുതണ്ട് ഇല്ലാതെ ഇപ്പം അച്ചുതണ്ട് ഇല്ലാത്ത കുളമല്ലേ ഇത് ഊരിട്ട് നോക്കൂ. ഞാനെന്താ ചെയ്യാൻ പോകണറിയോ? ഇതിൻ്റെ സെൻറ്ററിലൂടെ രണ്ട് ഓട്ടം എടുത്ത് സെൻറ്ററാക്കി വെക്കും. അപ്പോൾ എന്താണ് നമ്മൾ ഭ്രമണം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കാണിച്ചോടെ. അടുത്ത രണ്ടാമത്തെ എന്താ ചെയ്യാൻ പോകണറിയോ? എന്താണ് ഒന്നാമത്? അത് വെക്കാനുള്ള കുഴിയാണ് അതിനേറ്റോ ഇങ്ങനെ കിട്ടുന്നത്, മനസ്സിലായോ? പക്ഷെ രണ്ടാമത്തെ എന്താ ചെയ്യാൻ പോകണറിയോ? രണ്ടാമത്തെ അതേപോലെ തന്നെ മറ്റൊന്നെടുക്കും. സെൻറ്ററിലല്ല, ഒരല്പം അങ്ങോട്ട് മാറ്റി തുടങ്ങും. സെൻറ്ററിലല്ല, കുറച്ചിങ്ങോട്ട് മാറ്റി തുടങ്ങി. അപ്പം എന്താണ്? അപ്പോഴും ആ അക്ഷത്തിൽ നിന്നുകൊണ്ട് അത് തിരിയും അല്ലേ? ഈ രണ്ടാമത്തെ സാധനം അങ്ങനെയാണ് ചെയ്യും. രണ്ടാമത്തെ സാധനം ഒരല്പം ഇങ്ങനെ മാറ്റി തുറച്ചുകൊണ്ട് തിരിയും. മൂന്നാമത്തെ എന്ത് ചെയ്യും? അപ്പം എന്താണ്? സെൻറ്ററിൽ നിന്ന് അക്ഷം കുറച്ചിങ്ങോട്ട് നീക്കി അല്ലേ? മൂന്നാമത്തത് ഈ അക്ഷത്തെ ഒന്നും കൂടി ഇങ്ങോട്ട് നീക്കും. ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കുന്ന ഇവിടെ തൊട്ടടിക്കും. അപ്പം എന്താണ്? ഇതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ തുറച്ച് ഇവിടെ എടുക്കും, മനസ്സിലായോ? അപ്പോഴും നോക്കൂ, ഇങ്ങനെ തുറച്ച് കഴിഞ്ഞ് ഇതിനുള്ളിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഈ അക്ഷം സെൻറ്ററിലായിരുന്നു, കുറച്ചങ്ങോട്ട് മാറ്റി, കുറച്ച് ഇങ്ങോട്ട് മാറ്റി, വീണ്ടും ഇങ്ങോട്ട്. അപ്പോഴും എന്താ സംഭവിക്കുക? ഇതിൻ്റെ മുകളിൽ ചുറ്റിങ്ങോട്ട് ഇങ്ങനെ ഒട്ടകറിയും. അതും എന്താണ്? ഒരക്ഷത്തെ ആധാരമാക്കിയ ഭ്രമണമാണ്. പക്ഷെ ഇവിടെ വരെ നമുക്ക് അംഗീകരിക്കാത്ത ഭ്രമണം തന്നെയല്ലേ അല്ലേ? പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അടുത്തത് ചെയ്യാൻ പോകുന്നതായിരുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു കമ്പിയിൽ സൈഡിനകത്ത് കുറച്ചിട്ട് കുറച്ച് ഇവിടെ അനുഭവം, അതായത് ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ടാണ് നിൽക്കി വന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഇവിടെ എങ്ങനെ നിർത്തിയ നേരത്തെ ഇവിടെ വെച്ചു, പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്താണ്? നമുക്കൊരു സംശയം വന്നു. ഇത് കറങ്ങി എങ്ങനെയാണ്? ഈ ഒരു ഓട്ട ഉള്ളിൽ പുറത്ത് ഒഴിവിടും, അതിന് ചുറ്റും കറങ്ങുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെന്താ പേര് പറയുക? അതിനെ ഭ്രമണം നല്ല പേര് പറയുക. പിന്നെന്താ പറയുക? പരിക്രമണം. ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് പരിക്രമണ സാധ്യത കുറഞ്ഞത് അല്ലേ? പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക? അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയിലൊരു ഭ്രമണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ വസ്തു ഭ്രമണം ചെയ്യുന്നത് മറ്റൊരു വസ്തുവിൻ്റെ നടുവിലെ കേന്ദ്രം വെച്ചുകൊണ്ടാണ്. ശരിയല്ലേ? നമ്മളെ സൂര്യനെ ഭൂമി ചുറ്റുന്നത് പോലെ, സൂര്യൻ നടുവിന് ഭൂമി ചുറ്റുന്നത് പോലെ. അപ്പോൾ നമ്മൾ എന്തായാലും പറയാം പരിക്രമണം എന്ന് പറയും. പക്ഷേ ഭൂമിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട്. നിന്നോർത്ത് ഇങ്ങനെ ഭ്രമണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം ഇയാൾക്കില്ല. ഇവിടെ ഒരു കുട്ടി നിർത്തിയതല്ലേ? അപ്പോൾ ഈ കുട്ടി നിർത്തുമ്പോൾ ഒരേ മുഖം കാണിച്ചുകൊണ്ട് ഇങ്ങനെ വട്ടം നിൽക്കും. ഇനി ഇതെങ്ങനെയാണ് ഭ്രമണമാവുന്നത് എന്നറിയാൻ വേണ്ടി, ഉള്ളിൽ ഇങ്ങനെ വട്ടം ചുറ്റുമ്പോൾ എങ്ങനെ ഭ്രമണമാവുന്നത് എന്നറിയാൻ വേണ്ടി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൈ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇതിങ്ങനെ വട്ടം കറക്കിയാൽ നമ്മുടെ കയ്യിനുള്ളിൽ നിന്ന് ഇത് മുന്നോട്ട് നിർത്തി അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞില്ല. അലുമിനിയം പൈപ്പ് അലുമിനിയം പൈപ്പ് ഇതും ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ കറക്റ്റ് അവിടെ
ചേർത്ത് കിട്ടും. ഇതൊരു ലെങ്ത്ത് വന്നതാണ് 160-200 രൂപ വരും. കട്ട് ചെയ്ത് നമുക്ക് ബാക്കി നമുക്ക് ഒഴിച്ച് ഇത് വെക്കണം. 4 ബോൾ മതി. 1, 2, 3, 4 ബോൾ മതി. 5 ബോൾ എന്താ ഇവിടെ വട്ട കറങ്ങുന്നത് ഞാൻ കട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഇവിടെ വെച്ചാൽ വട്ട കറങ്ങും 4 വഴി. അപ്പോൾ ഒന്ന് ഞാൻ സെൻറ്ററിൽ കുത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? അതെ, അത് വന്നാല് കര കുറവാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഭ്രമണെ, നമ്മൾ പഠിച്ച ഭ്രമണം തന്നെ അല്ലേ? ഇത് സെൻറ്ററിലായില്ലെങ്കിൽ ഒന്ന് വട്ടകറങ്ങും. ഇനി അടുത്തത് ചെയ്യുന്നുണ്ട് അറിയാം, സെൻറ്ററിൽ നിന്ന് ലേശം തെറ്റിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാകാം. നോക്കൂ, സെൻറ്ററിൽ നിന്ന് കുറച്ച് തെറ്റിച്ചുണ്ടാക്കി. സെൻറ്ററിൽ നിന്ന് മാറ്റി ഒന്ന് വേറെ നോക്കാം. ഇനി ഇതിൻ്റെ കറക്കം നോക്കിയേ, ആയിക്കോളൂ കേട്ടോ. ഇതിന് കറക്റ്റ് ഇത് ഭ്രമണം നടത്താൻ നോക്കും. അക്ഷത്തിൽ നിന്നുകൊണ്ട് ഭ്രമണം ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നൊരു പോക്ക് കാണാൻ അല്ലേ? ഇത് വട്ടത്തിൽ കൃത്യമായി കറങ്ങുമ്പോൾ ഒന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആയി പോകുന്നു. ഇനി അടുത്തത് ഈ അക്ഷത്തെ വീണ്ടും ഇപ്പോൾ നടുവിലുള്ള അക്ഷത്തെ ഇങ്ങോട്ട് നീക്കി. ഇനി അടുത്തത് ഇങ്ങേ തലക്കേക്ക് മാറ്റുകയാണ്. അപ്പോൾ അങ്ങോട്ട് മാറ്റുമ്പോൾ ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടി നീക്കിയിടാം. വേണം ഒന്നുകൂടി നീക്കിയിടണം. വേണമെങ്കിൽ ഒന്നുകൂടി നീക്കിയിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ നോക്കുന്നത് തിരിക്കുമ്പോൾ നോക്കൂ, ഭ്രമണം ഇങ്ങനെയാവാം. ഒരു കേന്ദ്രം ഉള്ളിൽ സങ്കല്പ കേന്ദ്രം ഉണ്ടായാൽ മതി. ഭ്രമണം ഇങ്ങനെയാവാം. അടുത്തത് നോക്കുക, ഈ കേന്ദ്രത്തെ വീണ്ടും ഒരു പുറത്തേക്ക് ഇറക്കുകയാണ്. പുറത്തേക്ക് ഇറക്കുമ്പോൾ എന്താ അർത്ഥം? സൈഡിൽ തന്നെ കൊടുക്കണ്ടേ? ചിത്രം തന്നെ മാറുകയാണ്. നോക്കൂ, ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ചിത്രം തന്നെ മാറുകയാണ്. ഇവിടെ നോക്കുക, ഈ തിരിച്ചില് ഈ ഒരു സാധനത്തെ മുട്ടിക്കൊണ്ടുള്ള വട്ടകറകളായി തന്നെ മാറുക അല്ലേ? ഇതിനെ മുട്ടിക്കൊണ്ട് ഒരു വട്ടകറകളായി ഇവിടുന്ന് തൊട്ടിട്ട് നമ്മുടെ മനസ്സിലുള്ള ഭ്രമണം അല്ലാതെ മാറുക. ശരിയല്ലേ? നമ്മുടെ മനസ്സിലുള്ള ഭ്രമണം നടയിലാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വട്ടം ചുറ്റിലായി ഇവിടെ തൊട്ട്. ഇനി ഇതേ സാധനം തന്നെ കുറച്ച് അകന്നൊരവസ്ഥയാണെങ്കിലോ, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിലോ ഒരു നിശ്ചിത സ്ഥലം ഗ്യാപ്പ് വിട്ടുകൊണ്ട് പുറത്ത് എവിടെയോ ഒരു പ്രദേശത്ത് കൂടെ ഒരു പരിക്രമണ വൃത്തത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇത്രയും ബോധ്യല്ലേ? ഈ ഗ്യാപ്പാണോ? പക്ഷെ ഇവിടെ നോക്കൂ, ഈ മുഖം ഇവിടെ തറച്ചു വെച്ചതുകൊണ്ട് ഇതിന് അഭിമുഖമല്ലേ എപ്പോഴും അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് പരിക്രമണം എന്ന് പറയുന്നത് തെറ്റില്ല. അതാണ് നമ്മുടെ പഠിച്ച രീതി. പക്ഷെ ഇവിടെ ഭ്രമണം എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ആശയം എങ്ങനെയാണ് നിന്നോടൊന്നും തിരിയാതെ പരിക്രമണം ഭ്രമണമാവും. ഇങ്ങനെ ഒരു പരിക്രമണം ഭ്രമണമാവും. അതറിയാൻ നമ്മൾ ഇവിടെ ഒന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ നിന്നോടത്തൊന്ന് തിരിയുന്നത് നമ്മുടെ വിരലിൻ്റെ കൂടെ. ഇവിടെ ഒന്ന് ആർക്കാണ് സംശയത്തിൽ അവിടെ ഒന്ന് വിരൽ നോക്കാം, ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം. ഓക്കെ, ചന്ദ്രൻ്റെ ഭ്രമണവും പരിക്രമണവും എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ചന്ദ്രൻ്റെ ഭ്രമണവും പരിക്രമണവും ഡെമോൺസ്ട്രേറ്റർ. ഇതാണ് ഇതിൻ്റെ ഉപകരണം. അപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ചന്ദ്രൻ്റെ പരിക്രമണം എങ്ങനെയാണ് ഭ്രമണമാവുന്നു? നമ്മൾ ഭ്രമണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ഭ്രമണം ഇതാണ്. ഒരു അക്ഷത്തെ, സാങ്കല്പിക അക്ഷത്തെ ആധാരമാക്കിയുള്ള കറക്കത്തെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. പക്ഷെ ചന്ദ്രൻ്റെ ഭ്രമണം ഇങ്ങനെ
ആണെങ്കിൽ ഇങ്ങനെയും ഒരു ഭ്രമണം നമുക്ക് ആവാം വേണമെങ്കിൽ. നമ്മൾ ചന്ദ്രന്റെ കേസിലല്ല പറയുന്നത്, ഇങ്ങനെയും വേണമെങ്കിൽ ഒരു സോളാർ ഓബ്ജക്ട്സിന്റെ ഭ്രമണം വേണമെങ്കിൽ ആവാം. ഇങ്ങനെ അക്ഷം പുറത്തെത്തിച്ചുകൊണ്ടുമുള്ള ഇത്തരം ഒരു ഭ്രമണവും വേണമെങ്കിൽ ആവാം. അങ്ങനെ നടത്തുന്ന എത്രയോ നമ്മുടെ പ്ലാനറ്റല്ല, വേറെ പ്ലാനറ്ററി സിസ്റ്റം എത്രയോ ഉണ്ട് താനും. ഇത് നോക്കൂ, ആ അക്ഷം വീണ്ടും പുറത്തിറക്കിച്ച് കുറേ ഇപ്പുറത്തെത്തിച്ചു. ഇപ്പൊ നോക്കൂ, ഏതോ പുറത്തുള്ള ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കി ഒരു വട്ടം ചുറ്റലായി മാറുന്നു. ഇതിനെ നമ്മൾ പരിക്രമണം എന്നാണ് പറയുന്നത്, അല്ലേ? ഈ പരിക്രമം ഇങ്ങനെ വരുമ്പോൾ ചന്ദ്രന്റെ പരിക്രമണവും ഇത് തന്നെയാണ്.